അടുത്തതായിട്ട് നമുക്ക് ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസി എന്താണ്, എഫിഷ്യൻസി എങ്ങനെയാണ്, ഒരു എഫിഷ്യൻസി ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, അതുപോലെ എന്താണ് വോൾട്ടേജ് റെഗുലേഷൻ, എങ്ങനെയാണ് വോൾട്ടേജ് റെഗുലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക, ഇത്രയും കാര്യങ്ങൾ നോക്കാം. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് വരുന്നത് ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസി ഓഫ് എ ട്രാൻസ്ഫോമർ. ഏതൊരു അപ്പാരറ്റസിൻ്റെ, ഏതൊരു ഇലക്ട്രിക്കൽ അപ്പാരറ്റസിൻ്റെ ആയാലും എഫിഷ്യൻസി നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, അതിൻ്റെ ഔട്ട്പുട്ട് പവർ ഡിവൈഡ് ബൈ ഇൻപുട്ട് പവർ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആ ഒരു ഇലക്ട്രിക്കൽ അപ്പാരറ്റസിൻ്റെ എഫിഷ്യൻസി കിട്ടും. അങ്ങനെയാണെങ്കിൽ എഫിഷ്യൻസി ഓഫ് എ ട്രാൻസ്ഫോമർ ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ, ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസി എങ്ങനെയായിരിക്കും, ട്രാൻസ്ഫോമറിൻ്റെ KVAയിലുള്ള ഔട്ട്പുട്ട് ഇൻറ്റു അതിൻ്റെ പവർ ഫാക്ടർ ഡിവൈഡഡ് ബൈ KVA ഔട്ട്പുട്ട് ഇൻറ്റു പവർ ഫാക്ടർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട്. സോ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ട് പവർ പ്ലസ് ലോസസ് ആണ്. ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത് KVA ഔട്ട്പുട്ട് ഇൻറ്റു പവർ ഫാക്ടർ ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ട് പവർ പ്ലസ് ലോസസ്. ഇൻപുട്ട് പവർ എന്ന് പറയുന്നത് എന്താണ്, ഔട്ട്പുട്ട് പവർ പ്ലസ് ലോസസ് ആണ്. ലോസും ഔട്ട്പുട്ട് പവറും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇൻപുട്ട് പവർ കിട്ടും. അപ്പം KVA ഔട്ട് ഇൻറ്റു പവർ ഫാക്ടർ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് പവർ പ്ലസ് കോപ്പർ ലോസ് പ്ലസ് കോർ ലോസ്. രണ്ട് കോപ്പർ ലോസും കോർ ലോസും രണ്ട് ലോസാണ് ട്രാൻസ്ഫോമറിൽ വരുന്നത്. അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ലോസ് കിട്ടും. ഇനി കണ്ടീഷൻ ഓഫ് എ മാക്സിമം എഫിഷ്യൻസി. ഒരു ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ മാക്സിമം എഫിഷ്യൻസി വരാനുള്ള കണ്ടീഷൻ എന്താണ്, ദ എഫിഷ്യൻസി ഓഫ് എ ട്രാൻസ്ഫോമർ ഇസ് അറ്റ് എ മാക്സിമം വെൻ ദ ഫിക്സഡ് ലോസ് ആർ ഈക്വൽ ടു ദ അയൺ ലോസ്. അതിൻ്റെ ഫിക്സഡ് ലോസ് അല്ലെങ്കിൽ കോർ ലോസും അതിൻ്റെ വേരിയബിൾ ലോസ് എന്ന് പറയുന്നത് കോപ്പർ ലോസാണ്. വേരിയബിൾ ലോസും അതുപോലെ കോൺസ്റ്റൻറ്റ് ലോസും അല്ലെങ്കിൽ ഫിക്സഡ് ലോസ് അല്ലെങ്കിൽ അയൺ ലോസും കോപ്പർ ലോസും ഈക്വൽ ആയിട്ട് വരിക. അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, കോപ്പർ ലോസിന് വേരിയബിൾ ലോസ് എന്ന് പറയാം. അതിൻ്റെ കോപ്പർ ലോസും അയൺ ലോസും ഈക്വൽ ആയിട്ട് വരുന്ന കണ്ടീഷനിലാണ് നമ്മൾ മാക്സിമം എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു ട്രാൻസ്ഫോമറിൻ്റെ റേറ്റിംഗ് 10 kVA 2200 വോൾട്ട് ബാർ 220 വോൾട്ട് 50 ഹെർട്സിൻ്റെ ട്രാൻസ്ഫോമറാണ്. അതിൻ്റെ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ചെയ്തപ്പം പവർ ഇൻപുട്ട് നമുക്ക് 340 വാട്ട് കിട്ടി. അതുപോലെ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് ചെയ്തപ്പം പവർ ഇൻപുട്ട് 168 വാട്ട്സും കിട്ടി. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എഫിഷ്യൻസി ഓഫ് ദ ട്രാൻസ്ഫോമർ അറ്റ് ദ ഫുൾ ലോഡ് കണ്ടുപിടിക്കണം. ആൻഡ് ദ ലോഡ് അറ്റ് വിച്ച് മാക്സിമം എഫിഷ്യൻസി ഒക്കേഴ്സ്. മാക്സിമം എഫിഷ്യൻസി വരുന്ന ലോഡ് എത്രയാണെന്ന് നോക്കണം. ലോഡിൻ്റെ പവർ ഫാക്ടർ 0.8 ലാഗിങ് ആണ് തന്നിട്ടുണ്ട്. എഫിഷ്യൻസി എങ്ങനെ കണ്ടുപിടിക്കാം, പവർ ഔട്ട്പുട്ട് ബൈ പവർ ഇൻപുട്ട്. അപ്പോൾ 10 × 10 ക്യൂബ് എന്ന് പറയുന്നത് അതിൻ്റെ 10 KVA ആണ് ഇൻറ്റു പവർ ഫാക്ടർ 0.8 ഡിവൈഡ് ബൈ പവർ ഔട്ട്പുട്ട് പ്ലസ് കോപ്പർ ലോസ് പ്ലസ് അയൺ ലോസ്. കോപ്പർ ലോസിൻ്റെയും അയൺ ലോസിൻ്റെ വാല്യൂ 340 അതുപോലെ 168 ആണ് തന്നിട്ടുണ്ട്. ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 94% ആണ് അതിൻ്റെ എഫിഷ്യൻസി എന്ന് കിട്ടും. ഇനി മാക്സിമം എഫിഷ്യൻസി എന്ന് പറഞ്ഞ കണ്ടീഷൻ എന്തായിരുന്നു, കോപ്പർ ലോസും കോർ ലോസും ഈക്വൽ ആവുന്ന കണ്ടീഷനാണ്. കോപ്പർ ലോസ് ഈക്വൽ ടു കോർ ലോസ് എന്ന് പറയുമ്പോൾ രണ്ടും എന്ത് ചെയ്യുക, നമ്മൾ കോപ്പർ ലോസിൻ്റെ വാല്യൂ നമുക്ക് അവിടെ നേരത്തെ കിട്ടിയ കോപ്പർ ലോസിൻ്റെ വാല്യൂ എടുക്കരുത്, അയൺ ലോസിന് ഈക്വൽ ആക്കുക. കാരണം കോപ്പർ ലോസ് ലോഡ് വേരി ചെയ്യുന്നതിനനുസരിച്ച് വേരി ചെയ്യുന്നതാണ്. കോർ ലോസ് എല്ലാ ലോഡിലും കോൺസ്റ്റൻ്റ് ആയത് കാരണം കോർ ലോസിൻ്റെ വാല്യൂ 168 ആണ്. അതിന് ഈക്വലാണ് കോപ്പർ ലോസ് എന്ന് കിട്ടും. ഫുൾ ലോഡ് ഫുൾ ലോഡ് എന്ന് പറയുന്നത് I ആണ്. അങ്ങനെയാണെങ്കിൽ മാക്സിമം എഫിഷ്യൻസിയിലുള്ള കറണ്ട് എത്രയായിരിക്കും, I' ആയിരിക്കും. കോപ്പർ ലോസ് അറ്റ് ഫുൾ ലോഡ് എന്ന് പറയുമ്പം I² R ഈക്വിവാലൻറ്റ് 340 വാട്ടേജ് ആണെന്ന് നമുക്കറിയാം. കോപ്പർ ലോസ് H മാക്സിൻ്റെ സമയത്ത് എത്രയാണെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ I'² × R ഈക്വിവാലൻറ്റ് എന്ന് പറയുന്നത് കോർ ലോസിന് ഈക്വലാണ് 168 ആണ് എന്നറിയാം. ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്ത് ഇക്വേറ്റ് ചെയ്യുക. I² R ഈക്വിവാലൻറ്റ് ഡിവൈഡ് ബൈ I' R ഈക്വിവാലൻറ്റ് എന്ന് പറയുന്നത് 340 ഡിവൈഡ് ബൈ 168 ആണെന്ന് കിട്ടി. I' വാല്യൂ എങ്ങനെ കിട്ടാം, I × √168/340 എന്ന് കിട്ടി. അതായത് പവർ അറ്റ് മാക്സിമം എഫിഷ്യൻസി എന്ന് പറയുന്ന ഈ ഒരു ഫാക്ടർ നമ്മൾ I × √168/340 എന്ന് പറയുന്ന ആ ഒരു ഫാക്ടർ വെച്ചിട്ടാണ് നമ്മുടെ പവർ റെഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും കഴിയുമ്പോൾ എന്ത് കിട്ടും, ആ ഒരു ഫാക്ടർ ഇൻറ്റു 10 kVA × 0.8 ചെയ്യുമ്പോൾ 5623 വാട്ട്സ് ആണെന്ന് കിട്ടി. ആ സമയത്ത് എഫിഷ്യൻസി എത്രയാണ്, അത്രയും വാട്ട്സ് എന്ന് പറയുന്നത് 70.26% ഓഫ് 80,000 വാട്ട്സ് ആണ്. അപ്പം 80,000 വാട്ട്സ് എന്ന് പറയുന്നത് ഫുൾ ലോഡ് കണ്ടീഷനിൽ 0.8 പവർ ഫാക്ടറുള്ള വാട്ടേജ് ആണ്. മാക്സിമം എഫിഷ്യൻസി നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, 5623 ഡിവൈഡഡ് ബൈ 5623 പ്ലസ് 168 പ്ലസ് 168, അതായത് കോർ ലോസും കോപ്പർ ലോസും ഈക്വൽ ആണ്. ഇൻറ്റു 100 ചെയ്താൽ 94.36 ആണ് മാക്സിമം എഫിഷ്യൻസി എന്ന് കണ്ടുപിടിക്കാം. ദ നെക്സ്റ്റ് വൺ വരുന്നത് ഓൾ ഡേ എഫിഷ്യൻസി. ഓൾ ഡേ എഫിഷ്യൻസിന് ഇമ്പോർട്ടൻസ് വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈറ്റിംഗ് ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് മോസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സ് വിൽ നോട്ട് ഹാവ് ദ ഫുൾ ലോഡ് ഫോർ ഓൾ 28 hours ഇൻ എ ഡേ. ഒരു ദിവസത്തിൽ എല്ലാ സമയത്തും ഒരു ട്രാൻസ്ഫോമറിന് ഫുൾ ലോഡ് കണ്ടീഷൻ വരുന്നില്ല.
പല സമയത്തും പല ലോഡിലാണ് ഓരോ ട്രാൻസ്ഫോമറും വരുന്നത്. അപ്പോൾ അതിൻ്റെ ഓൾ ഡേ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ 24 ഹവേഴ്സിൻ്റെ അതിൻ്റെ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ 24 ഹവേഴ്സിൻ്റെ ഇൻപുട്ട് പ്ലസ് 24 ഹവേഴ്സിൻ്റെ ഇൻപുട്ട്, അതായത് 24 ഹവേഴ്സിൻ്റെ ഔട്ട്പുട്ട് പ്ലസ് 24 ഹവേഴ്സിൻ്റെ ലോസസ്. അപ്പോൾ ഓൾ ഡേ എഫിഷ്യൻസി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഔട്ട്പുട്ട് KW വെച്ച് for 24 hours divide by output KWH 24 hours plus loss of KWH at 24 hours. Maximum, they are designed to have their maximum efficiency at a lower value than the full load. Full load condition നേക്കാളും കുറവ് വാല്യൂലാണ് എപ്പോഴും maximum efficiency വരുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. Iron loss is considered throughout the period, whereas copper loss depends upon the period for which the transformer is loaded and the percentage loaded. നമ്മൾ ഈ ഓൾ ഡേ എഫിഷ്യൻസി കണ്ടുപിടിക്കുന്ന സമയത്തേക്ക് നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ ലോസ് നോക്കുമ്പം അയൺ ലോസ് നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യുന്നുണ്ട്. കാരണം അയൺ ലോസ് എപ്പോഴും ഉണ്ടാകും, ലോഡ് ചെയ്യുമ്പോഴും ചെയ്യാത്തപ്പോഴൊക്കെ അയൺ ലോസ് കോൺസ്റ്റൻ്റ് ആയിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ടാവും. പക്ഷേ ലോഡ് ചെയ്യുന്ന ആ പീരീഡിലേക്ക് മാത്രമേ നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ? കോപ്പർ ലോസ് കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. 100 kVA ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറാണ്, 3 കിലോ വാട്ടാണ് അതിൻ്റെ ഫുൾ ലോഡ് ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അറ്റ് ദ ഫുൾ ലോഡ് ദ ലോസസ് ആർ ഈക്വലി ഡിവൈഡ് ബിറ്റ്വീൻ ദ അയൺ ആൻഡ് കോപ്പർ ലോസ്. ഫുൾ ലോഡ് കണ്ടീഷനിൽ ലോസസ് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ലോസസ് ഈക്വലായി ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലോസ് 3 കിലോ വാട്ടാണ്. അപ്പോൾ ആ 3 കിലോ വാട്ടിന് നമ്മൾ എന്ത് ചെയ്യുക? ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1.5 കിലോ വാട്ട് അയൺ ലോസും 1.5 കിലോ വാട്ട് കോപ്പർ ലോസും ആണെന്ന് കിട്ടും. Then during a certain daily transformer lighting load ഓപ്പറേഷന് വേണ്ടി കണക്ട് ചെയ്തിട്ടുണ്ട്. ലോഡിൻ്റെ ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഫുൾ ലോഡ് കണ്ടീഷനിൽ യൂണിറ്റി പവർ ഫാക്ടറിൽ 3 മണിക്കൂർ വർക്ക് ചെയ്തു. ഹാഫ് ഫുൾ ലോഡിൽ യൂണിറ്റി പവർ ഫാക്ടറിൽ 4 മണിക്കൂർ. ദെൻ നെഗ്ലിജിബിൾ ആൻഡ് ഡ്യൂറിങ് ദ റിമൈനിങ് പാർട്ട് ഓഫ് ദ ഡേ. ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ കുറവാണ്, കാര്യമായിട്ട് ഇല്ല എന്ന് തന്നെ പറയാം. അങ്ങനെയാണെങ്കിൽ ഓൾ ഡേ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പവർ ഫാക്ടർ 1 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഫുൾ ലോഡ് കണ്ടീഷനിൽ 3 മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ എത്ര എനർജി എങ്ങനെയാണ്? 100 kVA × 1 × 3, അതായത് 300 kW വെച്ച്. ഔട്ട്പുട്ട് എനർജി ആയിട്ട് ഹാഫ് ഫുൾ ലോഡ് എന്ന് പറയുമ്പോൾ 4 മണിക്കൂർ നേരത്തേക്ക് ഹാഫ് ഫുൾ ലോഡ് ആകുമ്പോൾ നമ്മൾ 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തതിന് പകരം ഹാഫ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. 3ക്ക് പകരം 4 ഹവർ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ 200 കിലോ വാട്ട് അവർ കിട്ടും. എനർജി വേസ്റ്റ് ചെയ്തത് ഇൻ കിലോ വാട്ട് അവർ ഡ്യൂറിങ് ദ ഫുൾ ലോഡ് കണ്ടീഷനിൽ എത്രയാണ് എനർജി വേസ്റ്റ് ആയത്? 3, അതായത് മൊത്തം എത്ര ലോസ് വന്നിട്ടുണ്ട്? 3 കിലോ വാട്ടാണ് ഫുൾ ലോഡ് ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എത്ര മണിക്കൂർ? ഫുൾ ലോഡ് ലോസ് എത്ര മണിക്കൂർ നേരത്തേക്ക് ഉണ്ടായിരുന്നു? 3 മണിക്കൂർ നേരത്തേക്കാണ് ഫുൾ ലോഡിൽ വർക്ക് ചെയ്തത്. അപ്പോൾ 3 കിലോ വാട്ട് × 3 അവർ ചെയ്യുമ്പം 9 കിലോ വാട്ട് അവറാണ് മൊത്തം വേസ്റ്റ് ആയ എനർജി 3 മണിക്കൂർ നേരത്തേക്ക്. ഫുൾ ലോഡ് കണ്ടീഷനിൽ അയൺ ലോസും കോപ്പർ ലോസും സെയിം ആണെന്ന് പറഞ്ഞു. അതായത് 3 ഡിവൈഡ് ബൈ 2 ചെയ്യുക, 1.5 കിലോ വാട്ടാണെന്ന് കിട്ടി. ദെൻ കോപ്പർ ലോസ് അറ്റ് ഹാഫ് ഫുൾ ലോഡിൽ എത്രയായിരിക്കും? ഹാഫ് ഫുൾ ലോഡിൽ കോപ്പർ ലോസ് എന്ന് പറയുമ്പം I² ഇൻറ്റു ആ സമയത്ത് കോർ ലോസ്, അതായത് 1.5 ഇൻറ്റു ഹാഫ് സ്ക്വയർ ആണ്. ഇത് ഫുൾ ലോഡ് കോപ്പർ ലോസ് ഇൻറ്റു എത്ര ലോഡാണോ എന്ന്, അത് ഹാഫ് ലോഡാണ് വന്നത്, അതുകൊണ്ട് ഫുൾ ലോഡ് കോപ്പർ ലോസ് ഇൻറ്റു ഹാഫ് സ്ക്വയർ ചെയ്യുക. സോ നമുക്ക് എത്ര കിട്ടി? 1.5 ഡിവൈഡ് ബൈ 4 എന്ന് കിട്ടി. ടോട്ടൽ എനർജി ലോസ് ഡ്യൂറിങ് ദ ഹാഫ് ഫുൾ ലോഡിൽ എത്ര എനർജി ലോസ് വന്നു? അയൺ ലോസ് ഫോർ 4 മണിക്കൂർ നേരത്തേക്ക്. ഹാഫ് ലോഡ് എത്ര സമയത്തേക്കാണ്? 4 മണിക്കൂർ നേരത്തേക്കായിരുന്നു നമുക്ക് ക്വസ്റ്റ്യനിൽ ഹാഫ് ലോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹാഫ് ലോഡ് 4 മണിക്കൂർ നേരത്തേക്ക് അയൺ ലോസ് വന്നു, പ്ലസ് 4 മണിക്കൂർ നേരത്തേക്ക് കോപ്പർ ലോസ് വന്നു. അതായത് 1.5 × 4 വന്നിട്ടുണ്ട്, പ്ലസ് 1.5 ഡിവൈഡ് ബൈ 4 × 4 എന്നും വന്നിട്ടുണ്ട്. അതായത് ഹാഫ് സ്ക്വയർ ഇൻറ്റു 1.5നെയാണ് 1.5 ഡിവൈഡ് ബൈ 4 എന്ന് കിട്ടിയത്. ഇൻറ്റു 4 എന്ന് പറയുന്നത് 4 മണിക്കൂർ നേരത്തേക്ക്. ടോട്ടൽ നമുക്ക് 7.5 കിലോ വാട്ട് അവറാണ് എന്ന് കിട്ടി. നെക്സ്റ്റ് വരുന്നത് വോൾട്ടേജ് റെഗുലേഷനാണ്. ഒരു ട്രാൻസ്ഫോമറിൻ്റെ വോൾട്ടേജ് റെഗുലേഷൻ എങ്ങനെയാണ്? നോ ലോഡ് കണ്ടീഷനിൽ അതിൻ്റെ ടെർമിനലിൽ വരുന്ന വോൾട്ടേജും ഫുൾ ലോഡ് കണ്ടീഷനിൽ ടെർമിനലിൽ സെക്കൻഡറിയിൽ വരുന്ന വോൾട്ടേജും തമ്മിലുള്ള പെർസെൻറ്റേജ് ഡിഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറയുന്നത്. അത് ഫുൾ ലോഡ് വോൾട്ടേജിൻ്റെ പെർസെൻറ്റേജ് ആയിട്ടാണ് അതിനെ കാണിക്കുന്നത്. അതായത് വി നോ ലോഡ് മൈനസ് വി ലോഡ് ഡിവൈഡഡ് ബൈ വി ലോഡ് ഇൻറ്റു 100. അത്രയുമാണ് വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വി ഒ എന്ന് പറയുന്നത് സെക്കൻഡറി ടെർമിനൽ വോൾട്ടേജ് അറ്റ് നോ ലോഡ് കണ്ടീഷനാണ്. വി എസ് എന്ന് പറയുന്നത് സെക്കൻഡറി ടെർമിനൽ അറ്റ് ലോഡ് കണ്ടീഷനിൽ. അപ്പോൾ പെർസെൻറ്റേജ് വോൾട്ടേജ് റെഗുലേഷൻ എത്രയാണ്? വി ഔട്ട് മൈനസ് വി എസ് ഡിവൈഡ് ബൈ വി എസ് ഇൻറ്റു 100. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 11 kV 440 വോൾട്ട് 100 kVA ട്രാൻസ്ഫോമറാണ്. 426 വോൾട്ടാണ് നോ ലോഡ് കണ്ടീഷനിൽ വരുന്നത്. ഫുൾ ലോഡ് കണ്ടീഷനിൽ സെയിം ഈസ് 410 വോൾട്ട് അറ്റ് 0.92 പവർ ഫാക്ടർ. കാൽക്കുലേറ്റ് ചെയ്ത പെർസെൻറ്റേജ് വോൾട്ടേജ് റെഗുലേഷനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വി ഔട്ട് എത്രയാണ്? നോ ലോഡ് കണ്ടീഷനിൽ 426. സെക്കൻഡറി വോൾട്ടേജ് അറ്റ് ലോഡ് കണ്ടീഷനിൽ എത്രയാണ്? 410 വോൾട്ട്. രണ്ടും കൂടെ മൈനസ് ചെയ്തു. 410 വോൾട്ട് ഫുൾ ലോഡ് വോൾട്ടേജ് വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റേറ്റഡ് ഫുൾ ലോഡ് വോൾട്ടേജിൻ്റെ ടേംസിലാണ് അല്ലെങ്കിൽ പെർസെൻറ്റേജിലാണ് അതിനെ കാണുന്നത്.
ഇൻറ്റു 100 ചെയ്തു. 16 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 100 ഡയറക്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. 3.9% ആണ് അതിൻ്റെ വോൾട്ടേജ് റെഗുലേഷൻ എന്ന് കാൽക്കുലേറ്റ് ചെയ്തു.